ഒരു പുതിയ ബിസിനസ് നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഉഗ്രൻ പ്ലാൻ വേണം. അതൊരു ഷോർട്ട് ടൈം പ്ലാൻ അല്ല, ഒരു ലോങ് ടൈം പ്ലാൻ വേണം. എല്ലാ ആസ്പെക്ടിലും നമ്മളത് കവർ ചെയ്യണം. നമ്മുടെ ക്യാപിറ്റൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇംപ്ലിമെന്റേഷൻ ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലുമുള്ള ഒരു ക്ലിയർ പ്ലാൻ വേണം. രണ്ടാമത്തെ കാര്യം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഒരു പ്രവൃത്തി മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് പെട്ടെന്ന് ഗ്രോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ബിസിനസ് അറിയാത്ത ഒരാൾ, ഇപ്പൊ ഒരു NRI കാരൻ വന്നിട്ട് പെട്ടെന്ന് നാളെ ഒരു സലൂൺ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ 2 സ്റ്റാഫിനെ വെച്ചിട്ട് സലൂൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാളെ ആ സ്റ്റാഫ് വിട്ടുപോയി കഴിഞ്ഞാൽ അവനെ ഷട്ടർ ഇടേണ്ടി വരും. അപ്പൊ നമുക്കത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളില്ലാതെ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ടീം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫുള്ളി എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ കൂടി തന്നെ നമുക്ക് അവരെ പോളിഷ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ഈ ക്യാപിറ്റൽ എടുക്കുന്ന സമയത്ത് മിനിമം ഒരു 1 ഇയർ ടൈമിലെങ്കിലും ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ടാവണം. ഈ ക്യാപിറ്റൽ നിങ്ങൾക്ക് സ്വന്തം ഫണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതായിരിക്കാം. ക്യാപിറ്റലിന് വേണ്ടി നമ്മൾ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ലോങ് ടൈം ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ആദ്യത്തെ 1-2 വർഷം ബിസിനസ് സ്ട്രഗ്ലിംഗ് സ്റ്റേജിലായിരിക്കും. ബിസിനസ് മുന്നോട്ട് പോകുമോ അതോ സെയിം കണ്ടീഷനിൽ പോവോ എന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ഫിനാൻഷ്യൽ സ്ട്രെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ആശ്രയിക്കേണ്ടത് ഒരു ലോങ് ടൈം ലോൺ തന്നെയാണ്. അപ്പൊ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബിസിനസ് പ്ലാൻ വേണം, നമ്മളതിൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ടീം വേണം, പിന്നെ സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ ഓപ്ഷൻ വേണം.